നാടകം ആരംഭിക്കുന്നു. ആദരത്തിൽ നന്ദി. ഏവർക്കും നമസ്കാരം. ഈ പ്രദേശത്തിൻ്റെ പേര് കുഴിയത്ത് വിളാകം എന്നാണെന്ന് എത്ര പേർക്കറിയാം? തൊട്ടടുത്തുള്ള കവടിയാർ കൊട്ടാരവും രാജകുടുംബത്തെ പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന 2 കോടി രൂപയിലധികം കളവ് പോയി. അപമാനമോർത്ത് അവർ വെളിയിൽ പറഞ്ഞില്ല. അതിനുശേഷം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പറഞ്ഞു. ഇത് പറയുന്നത് മുഖവുരിയായി പറയുന്നത് നമ്മുടെ ആനുകാലിക ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു രാജാവുണ്ട്, തമ്പുരാട്ടിമാരുണ്ട്, അവരുടെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്നുമുണ്ട്. കവടിയാർ കൊട്ടാരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കുഴിയത്ത് കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ വലിയ സുദിനമായിരുന്നു. ഈ കൊട്ടാരത്തിലെ മുൻ രാജാക്കന്മാരെയും രാജ്ഞിമാരെയും ആദരിക്കുന്ന ചടങ്ങ് അതിതാ തീർന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഭരണം നടത്തുന്ന ജപരാജൻ എന്ന ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്രെഡിറ്റും ഞാൻ ഏറ്റെടുക്കുകയില്ല. എല്ലാ ക്രെഡിറ്റും ഉഷാ റാണിക്കും ദേവിക റാണിക്കുമാണ്. അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആദ്യമേ നന്ദി പറയുന്നു. നമ്മുടെ ഈ ചടങ്ങിന് മുഖ്യ അതിഥിയായിരുന്ന പ്രിയങ്കരനായ നമ്മുടെ നേതാവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് വന്നാട്ടെ. ഏതിനും എന്തിനും നമ്മളോടൊപ്പമുള്ള നേതാവ് ഇന്നിവിടെ വന്നത് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നന്ദിയാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരിക്കലും വിളിക്കാതെ എന്നാൽ എല്ലാത്തടത്തും കയറി വരുന്ന ചാനൽ റിപ്പോർട്ടർ, പാഷാണം ചാനലിൻ്റെ റിപ്പോർട്ടറായ മിസ്റ്റർ പാഷാണൻ, ഇവിടെയുള്ള എല്ലാ വാർത്തകളും അണുവിട തെറ്റാതെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ എത്തിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മഹൽ വ്യക്തി. അങ്ങോട്ട് വന്നാട്ടെ. ആഘോഷങ്ങളുടെ പേരിൽ വൻ തട്ടിപ്പ്. ഇവിടെ നടന്ന ആഘോഷത്തിന് 5000 പേരെ വരുത്തുമെന്ന് ഈ രാജൻ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം, അതിനകത്ത് കോടികളുടെ അഴിമതി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസാണ് ഇത്. പാഷാണം ടിവിക്ക് മാത്രം കിട്ടിയ ന്യൂസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പുറകിലേക്ക് നോക്കി, എല്ലാ കസേരകളും ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കോടികളുടെ അഴിമതി ഇല്ലേ? അഴിമതി ഉണ്ട്, തീർച്ചയായിട്ടും അഴിമതി ഉണ്ട്. അതുകൊണ്ട് തന്നെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, നിങ്ങൾ നോക്കണം. യെസ്. എന്താണ് രാജൻ മിണ്ടാട്ടമില്ലാതായി പോയി? ഞാൻ ഒരു കാര്യം പറയട്ടെ. പാഷാണം, നിങ്ങൾക്ക് നിങ്ങള് പാഷാണമല്ല, പാഷാണത്തി കൃമിയാണ്. കാരണം ഇത് ഒരു ഔദ്യോഗിക ചടങ്ങല്ല, ഇതൊരു ഓർമ്മച്ചെപ്പാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ന് മൺമറഞ്ഞു പോയ രാജാക്കന്മാരുണ്ട്, ജീവനോടെ ഉള്ളവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരുണ്ട്. അപ്പോൾ നടക്കാവുന്നവർ ഒക്കെ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന നിങ്ങൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിക്കാതെ ഇങ്ങനെ ബാക്കിൽ നിന്നുള്ള വ്യൂ കാണിച്ച് ഈ ജപരാജനെ ഇങ്ങനെ എപ്പോഴും ജപ പറയിക്കരുത്. അല്ല, ഇത് ബാക്കിൽ നിന്നല്ല, ഇത് ഫ്രണ്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് തടസ്സപ്പെടുത്തരുത്. ഇനിയിപ്പോ നിങ്ങൾ പറയും ഇത് തുടങ്ങുന്നതിന് മുമ്പ് തൂക്കാൻ വന്നപ്പം ആരും ഇല്ലായിരുന്ന സമയത്ത് എടുത്താൽ നിങ്ങൾ പറഞ്ഞു. അതെ, അതാണ് സത്യം. അതെ, ഇത് AI ആണ്. ഇപ്പൊ AI വന്നുകൊണ്ട് ഏതാണ് സത്യം? എന്തോ അതിന്റെ ഒരു ഇതുണ്ട്, ഗ്രോസ്ക് എന്ന് പറഞ്ഞു, അതിലിട്ട് പഠിഞ്ഞാലേ ഇനി അറിയാൻ പറ്റൂ. സാറ് AI അല്ലല്ലോ. ഓ, ഇവർ രണ്ടുപേരെയും ഒരാളെ വിളിച്ചിട്ട് വന്നു, ഒരാൾ വലിഞ്ഞു കയറി വന്നു. എന്തായാലും ഇദ്ദേഹത്താണ് ഇപ്പോൾ എൻ്റെ എല്ലാ സന്തത സഹചാരി. എനിക്ക് ശ്വാസം വിട്ടാൽ പോലും അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി കളയും. ഈ കൊട്ടാരത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ച 2 മഹാറാണിമാരുണ്ട്. ഞാൻ അവരെയും അവരുടെ അതിന് സഹായിച്ച വൃന്ദത്തെയും ഈ വേദിയിലേക്ക് നന്ദി പറയാൻ വേണ്ടി ശരിക്കാണ്. വന്നാട്ടെ. ഉഷാ റാണി, ദേവിക റാണി, മറ്റ് റാണിമാർ, വിദ്യാർത്ഥി പ്രാതിനിധ്യം എന്ന് പറയുന്നത് പുതിയ തലമുറ ജെൻസി പ്രാതിനിധ്യം കുറവാണ്. മരുന്നിന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആഹാരം ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്, എന്നാലും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജീവനക്കാർ
എൻ്റെ കിങ്കരന്മാർ വന്നാട്ടെ. പടയാളികൾ അറിയാമല്ലോ, 1961 നോംസ് അനുസരിച്ചാണ്. ഇന്നിപ്പം 300 പേര് വേണമെങ്കിൽ 3 പേര് പോലും ഇല്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ആഘോഷമാണ്. കാരണം നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഈ മുരളൻ പ്രസംഗങ്ങൾ കേൾക്കാനോ ഒന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള നൃത്യം ഇത് ആരംഭിക്കുകയാണ്. വേണോ? അല്ല, അത് ഇടിച്ചേർ ചെയ്തോളൂ. അല്ല, അത് ആണല്ലോ എല്ലാത്തിലും. അപ്പം പങ്കെടുക്കുന്നതിന് സന്തോഷം. നമുക്ക് റാണിമാരെ നമുക്ക് തുടങ്ങാം. അപ്പം നിങ്ങൾ ജെൻസിക്ക് വേണ്ടിയുള്ള ആ നൃത്തങ്ങൾ ആരംഭിച്ചോളൂ. ഇതാ നമ്മുടെ ആഘോഷ പരിപാടികൾ തുടങ്ങാൻ സമയമായി. ആരും പോകരുത്. ഇത് കഴിഞ്ഞ് നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെന്നാണ് വയ്പ്പ്. ക്ഷമിക്കണം. പാരമ്പര്യമുള്ള വലിയൊരു പാരമ്പര്യമുള്ള ഈ രാജ്യത്തും ഈ കൊട്ടാരത്തിലും ഇന്ന് പേക്കൂത്തായി കിടക്കുന്നത്. പേക്കൂത്തല്ല, ഇപ്പോഴത്തെ ഡാൻസാണ്. വേറെ പലതും വേണമാന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് വരുന്നതിന് മുമ്പ് നിർത്തിക്കളഞ്ഞു. ബീർ വേണമാ, ബ്രാൻഡി വേണമാ, ഇതെല്ലാം കൊടുക്കപ്പെടും. അതിനുള്ള അങ്ങനെയാണ് ഒരു ഓപ്പൺ രാജ്യമാണിപ്പോൾ. എല്ലാം ധാരാളം കൊടുക്കും. പിന്നെ എന്റെ കാലത്ത് ദയവ് ചെയ്ത് അങ്ങ് ആരാണ് എന്ന് ഈ ഇരിക്കുന്ന രാജാക്കന്മാർക്ക് ചിലപ്പോൾ അറിയാതെ വരാം. ഞാൻ അങ്ങേ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇവിടെയുള്ള പഴയ രാജാക്കന്മാരെ എല്ലാം വിളിച്ചു. ഓജോ ബോർഡ് വെച്ച് മറുലോകത്ത് നിന്നും പലരെയും വിളിച്ചു. പക്ഷേ ഞങ്ങൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതാ അദ്ദേഹം വന്നിരിക്കുന്നു. ആരാണ്? ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തങ്കരാജ. 60 മുതൽ 69 വരെ ഈ രാജ്യം അദ്ദേഹം ഭരിച്ചു. ഇന്ന് ഈ കാണുന്ന രീതിയിൽ അങ്ങാണ് ഇത് എടുത്തതെന്ന് പറഞ്ഞ് ഒരൊറ്റ ദിവസം പോലും എനിക്ക് ആളുകൾ സമാധാനം തരുന്നില്ല. പഴയ ആൾക്കാരെ കണ്ട അവർ പറയും, ഓ, തങ്കരാജാവിൻ്റെ കാലത്ത് ഈ രാജ്യം എങ്ങനെ ഇരുന്നതാ, ജപരാജം വന്നതോടെ എല്ലാം പോയി. ഇവിടെയെല്ലാം ഒരു പൂങ്കാവനമല്ലേ ഞാൻ സൃഷ്ടിച്ചിരുന്നത്? അതെ, ഞങ്ങൾ അതെല്ലാം വെളിപ്പിച്ചു രാജൻ. നിങ്ങളെ കൊണ്ട് അതിനെ കഴിയുള്ളൂ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഓരോ പ്രജ ജനിക്കുമ്പോഴും ഓരോ തൈ അങ്ങ് നടുമായിരുന്നു. അതെ, അതിരാവിലെ എഴുന്നേറ്റ് അങ്ങ് ഈ രാജ്യത്ത് രാജകൊട്ടാരത്തിന് ചുറ്റും ഉലാത്തുമായിരുന്നു. ഉലാത്തുമായിരുന്നല്ല, അവിടെ ഒരു പൊടി കിടന്നാൽ അങ്ങ് അവർ ജീവനക്കാരെ വിറപ്പിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ പാരമ്പര്യം. ഇപ്പൊ ആ ജീവനക്കാരിലൂടെ എന്നെ വിറപ്പിച്ചോണ്ടിരിക്കും. എല്ലാം മാറിപ്പോയി രാജൻ. അന്നത്തെ കാലമല്ലേ ഇപ്പൊ. ഇത്രയെങ്കിലും ഞാൻ പെട്ട പാട് എനിക്കറിയാം. അന്ന് ഇല്ല, ചാനലില്ല, ഫേസ്ബുക്ക് ഇല്ല, ഇതൊന്നുമില്ല. അന്നായതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ബലപ്പിടിച്ചൊക്കെ നിൽക്കും. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഞാൻ തന്തയ്ക്ക് വിളിക്കാനുള്ളവനെ പോലും മോനെ, കുട്ട, മോളെ, കുട്ടി അങ്ങനെ വിളിക്കേണ്ട അവസ്ഥയാണ്. ഈ മോനെയൊക്കെ മുമ്പിൽ ഡാഷ് ഉണ്ട്, പക്ഷെ പറയൂല. ഓഹോ, അത് നാട്ടുകാർ പറഞ്ഞോളായിരിക്കും. റാണിമാർ, ഇത് റാണിമാരാണ്. റാണിമാർ. അതെ, നമ്മളുടെ രാജ്യത്തിനും ഈ കൊട്ടാരത്തിനും വലിയൊരു പാരമ്പര്യമുണ്ട്. ഇങ്ങനെ പേക്കൂത്തുകൾക്ക് വേണ്ടിയുള്ളതല്ല. നമ്മളുടെ പരമ്പരാഗതമായ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ആ നൃത്തരൂപങ്ങൾ നമുക്കതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് കാണാനും നിങ്ങളെ പരിചയപ്പെടാനുമാണ് ഞാൻ പരലോകത്തുനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്.
റാണിമാർക്ക് അതിന് കഴിയുമോ? ശ്രമിക്കാം രാജൻ, ശ്രമിക്കാം. അത് അങ്ങ് വന്ന് വലിയ ചതിയായി പോയി. ഇപ്പൊ പരിപാടി തീർന്ന് ഊണ് കൊടുക്കേണ്ട സമയമായി. എങ്കിലും അങ്ങ് വന്നതുകൊണ്ടും അങ്ങിപ്പോ ആവശ്യപ്പെടുന്നത് എന്താ? രാജപാളയക്കാരനാണല്ലോ, അങ്ങ് തമിഴ് നൃത്തമാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഭരതനാട്യത്തിന്റെ ആ ഒരു പഴയ ആ ഒരു നൃത്തരൂപങ്ങൾ കാണാൻ നോം ആഗ്രഹിക്കുന്നു. കളിക്കും. ഭരതനാട്യമാണോന്ന് കണ്ടിരുന്ന അറിയാം. അല്ല, റാണിമാർ അതിന് തയ്യാറാണ്. നിങ്ങൾക്കൊരു വിലയില്ലെങ്കിലും റാണിമാർക്ക് കഴിവുണ്ട്. അവർക്ക് എന്തിനും തയ്യാറാണല്ലോ. കാരണം തന്തയ്ക്ക് വിളി മുഴുവൻ എനിക്കാണല്ലോ കിട്ടുന്നത്. ശരി റാണിമാർ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, വന്നതിൽ വലിയ സന്തോഷം. സന്തോഷമല്ല എനിക്കുള്ളത്. തങ്കരാജൻ ഒന്നും അല്ലല്ലോ. ആഹാ, ഏയ്യോ നോക്ക്, എനിക്ക് 5 വിരലുകൾ 6 വിരലുകളല്ല. 1 2 3 4 5. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ, ഞാൻ അത്ര സന്തോഷവാനല്ല. എന്തൊക്കെ വാർത്തകളാണ് ഇവിടെ കേൾക്കുന്നത്? എല്ലാം ഏയാണ്. ഏയ്, നിങ്ങളുടെ ഒരു സേനാധിപൻ വലിയ വിഷമത്തിലാണെന്നറിയും. എന്താ കാര്യം? ഞാൻ അങ്ങ് പരലോകത്തിരിക്കുമ്പോൾ നമുക്കിത് അറിയുന്നുണ്ട്. ചിറക്കൽ സേനാധിപനാണ്. അതെ, ചിറക്കൽ സേനാധിപൻ. അയാൾ വളരെ വിഷമത്തിലാണ് കഴിയുന്നത്. അല്ല, അത് നിങ്ങൾക്ക് ഒന്ന് സഹായിച്ചു കൊടുത്തോട്ടെ. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റിയില്ല. പറ്റിപ്പോയി. ചിറക്കൽ എവിടെ? വിളിക്കൂ, അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. വരൂ. ബൈക്കിൽ വരുന്നുണ്ട്. ബൈക്ക് അവിടെ വെച്ചിട്ട് വരുവാന്ന് തോന്നുന്നു. യുദ്ധം തുടങ്ങിക്കോളൂ. യുദ്ധം തുടങ്ങാനോ? ഒരുത്തനെയും വെറുതെ വിടരുത്. വലിയ വാളുകളുമായി വലിയൊരു സേനാനായകൻ തന്നെയാണ്. എനിക്ക് അഭിമാനമുണ്ട്. ഒടിഞ്ഞോ? മുറിഞ്ഞ വാളോ? ഞാൻ പുതിയ വാള് തന്നിരുന്നാണല്ലോ. രാജൻ, എന്താണ് രാജൻ ഈ പറയുന്നത്? 10 യുദ്ധം ഞാൻ ഈ വാള് വെച്ച് ചെയ്തു. ഒടിഞ്ഞു പോയി. ഇല്ല, അതൊരു പണ്ടത്തെ വാളല്ല. എന്ത്? വൺസ് യൂസ് ആൻഡ് ത്രോ എവേ ആണ്. ഡിസ്പോസിബിൾ വാളോ? ഒരു തവണ കഴുത്തി വെട്ടിയ പിന്നെ വെട്ടാൻ പറ്റില്ല. പക്ഷെ ഈ നമ്മുടെ സേനാധിപൻ ഇത് ഒരുത്തനെ വെട്ടിയിട്ട് കഴുകും, എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കും, എന്നിട്ട് അങ്ങനെ 10 തവണ വെട്ടിയ ഈ അവസ്ഥയിലായിരിക്കും. ലജ്ജാവഹം. അതും പോരാഞ്ഞ് അയൽ രാജ്യത്തെ ആൾക്കാരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഓരോരുത്തർ അവരുടെ കിടക്ക് ചെന്ന് പിരിവെടുത്ത് എല്ലാം സഹിക്കാം. പക്ഷെ വെട്ടിക്കൊല്ലുന്നവന്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ കഴുത്ത് വെട്ടാനുള്ള വാള് വാങ്ങിക്കാൻ പൈസ ഇരക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അവര് ഷെയർ ഇട്ട് വാങ്ങിച്ചാ വെട്ടിക്കൊല്ലാവുന്ന. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും ആൾക്ക് ഇതായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ എന്തെങ്കിലും ചെയ്ത് വിടൂ. ഇനി ഒന്നും ചെയ്യാനില്ല. എനിക്ക് നാണം കെടേണ്ടത് മുഴുവൻ കെട്ടു. പിന്നെ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ, മോനെ നീ സമാധാനമായിട്ട് പോകൂ, തൽക്കാലം നീ വാള് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി, ഉറയിലിടൂ. ശരിക്കും ഇത് വാങ്ങിക്കൊടുക്കേണ്ട ആളാണ്. നമ്മൾ ആത്മസംയമനം പാലിക്കണം. വാങ്ങിക്കൊടുത്ത വാള് ഉറയിൽ തന്നെ ഇരിക്കട്ടെ. അതാ, എടുക്കാതിരിക്കുന്നതാണ് നമ്മളുടെ അന്തസ്സിന് നല്ലത്. അതെ. അല്ല, ഇത് ഉടനെ ഞങ്ങൾ ശരിയാക്കി കൊടുക്കും. നാളത്തെ യുദ്ധം തൽക്കാലം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കഴിയുന്നവരെ പോസ്റ്റ്പോൺ ചെയ്യാം. ഓ, എന്നാ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി ആയുധങ്ങൾ വാങ്ങിച്ച് അവരെ വെട്ടിക്കൊല്ലും. ആ സാറിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായി പോയാൻ. എല്ലാവരും തരാം. ദയവേദി ഇങ്ങനെ നാറ്റിക്കരുത്. ലജ്ജാവഹം, ലജ്ജാവഹം, ലജ്ജാവഹം. ഒരു സേനാനായകന്റെ അവസ്ഥ ഇതാണ്. അല്ല, ഇത് വാങ്ങിക്കൊടുക്കേണ്ട ആള് യഥാർത്ഥത്തിൽ അങ്ങാണോ അതോ വേറെ? ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു സേനാധിപനാണ്. നമ്മുടെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു സേനാധിപൻ ഇതാണ് ബുദ്ധിമുട്ട്. നമ്മുടെ സർവ്വസൈന്യാധിപൻ ഇവിടെ അല്ല. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ കാലത്ത്. എന്റെ സർവ്വസൈന്യാധിപൻ? അതെ, ഗോപി സൈന്യാധിപൻ. ഞാൻ എന്ത് മനസ്സിൽ കാണുന്നോ അത് അദ്ദേഹം മാനത്ത് കാണും. അതാണ് സൈന്യാധിപൻ. ഇപ്പൊ തിരിച്ചാണ്. ഇവര് ആദ്യം മനസ്സിൽ കാണും, ഞാനത് മാനത്ത് കാണുമ്പോഴേക്കും ചാനലിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസാണ്. ഓ, ഈ മാനത്തിരിക്കുന്നതിനാണ് ഇപ്പൊ എയർലൈൻ പറയുന്നത് അല്ലേ? ഞാൻ എയറിലാകത്തേ ഉള്ളൂ. അതാണ് അവസ്ഥ. ഈ സർവ്വസൈന്യാധിപന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിയാ, അദ്ദേഹമായി ഇത് വാങ്ങിച്ചു കൊടുക്കണം നോക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ, അദ്ദേഹം തേനിൽ കുഴഞ്ഞു കിടക്കുക. ഹണി ട്രാപ്പ് അതിൽ പെട്ടുപോയി. ഈ അത് ശരിയാക്കണോ ഇത് ശരിയാക്കണോ? മുതലകളുടെ കിടങ്ങുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും ഒന്നുമല്ല.
ലജ്ജാവഹം. ഇപ്പൊ ഹണി ട്രാപ്പാണ് ഏറ്റവും നല്ലത്. എൻ്റെ ദുഃഖം അതേ ഉള്ളൂ, എനിക്ക് ഇതുവരെ ഒരാളും വന്ന് ഹണി ട്രാപ്പ് തരുന്നില്ല. അതിന് പോലും കഥകൾ കേട്ട് കൊതിയാവുകയാണ്. ഒരാളെങ്കിലും ശരിക്കും എന്തെങ്കിലുമൊക്കെ ന്യൂസും കിട്ടിയേനെ. നിങ്ങളല്ലേ ഇതെല്ലാം കുളമാക്കിയത്. പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ അതെല്ലാം പിൻവലിച്ചല്ലോ. അത്രയേ ഉള്ളൂ നിങ്ങളും. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. നമ്മുടെ അത്രയ്ക്ക് മോശമൊന്നും അല്ല. നമ്മുടെ കൊട്ടാരം എന്തുമാത്രം കൊട്ടാരങ്ങൾ കെട്ടിപ്പൊതുക്കി, എന്തെല്ലാം ചെയ്തു. എന്തിനാ ഈ ഇപ്പോഴിവിടെ വരേണ്ട കാര്യമുണ്ടോ? എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഒരു ജീവിയാണോ? അത് ജീവിയൊന്നും പറയണ്ട. നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന എലിയാണ്. ഈ കൊട്ടാരത്തിലെ രാജൻ, എനിക്കൊരു പരാതിയുണ്ട്. ഈ പരാതിയൊക്കെ പിന്നീട് പറഞ്ഞാ പോരെ, ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ പറഞ്ഞേ പറ്റൂ. എന്തോ പരാതി? ഞാനിവിടെ ലൈവായിട്ട് നിൽക്കുകയല്ലേ, പക്ഷെ ലൈവ് എന്ന് പറഞ്ഞ് ഇവരെ ഈ ചാനലുകാര് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മുതുമുത്തച്ഛനെയാണ്. അന്നെടുത്ത വീഡിയോ ആണ് ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ലൈവായിട്ട് ഇരിക്കുന്നു. അങ്ങ് ഇവിടെ രാജാവായിരുന്നപ്പോ എലികളെ എല്ലാം നശിപ്പിച്ചതല്ലേ? മുഴുവൻ എലികളെ ഞങ്ങൾ ഇവിടെ തുരത്തി ഓടിച്ചല്ലേ? എലിയുടെ പടമാണ് ഇപ്പോഴും അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്റെ മുതുമുത്തച്ഛനായിരുന്നു. ഞാനിവിടെ ലൈവായിട്ട് നിൽക്കുന്നു. ആവശ്യം എന്താ? നേരെ മറിച്ച് എന്റെയാണ് കാണിച്ചിരുന്നെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്തുമാത്രം വൈറലായേനെ. എനിക്ക് എത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നേനെ. ആലോചിക്കാവുന്നതാണ്. അല്ല പാഷാണം, അത് ന്യായമായ ഒരു ആവശ്യമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അപ്ഡേറ്റ് ആകുന്നില്ല? അല്ല, അത് ഇവിടുന്ന് ഒരു ഓർഡർ കിട്ടിയ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പ ഇവന്റെ മുതുമുത്തച്ഛന്റെ പടം എടുത്തിട്ടിട്ട് ഈ രാജ്യത്ത് മുഴുവൻ എലിശല്യം, കട്ടിലിൻ്റെ അടി കാണിക്കുന്ന ഇവന്റെ മുത്തച്ഛനെ ദയവ് ചെയ്ത് എവന്റെ കുറെ ഫുൾ ഫിഗറും ക്ലോസപ്പും എടുത്ത് ഇനി തൊട്ട് അത് കാണിച്ചു തുടങ്ങും. അതെ, നിങ്ങളൊരു ഫില്ലറായി കാണിക്കാതെ അദ്ദേഹത്തിനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. പുതിയ ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് ചെലവാണ്. ഇതിന്റെ മുക്കിലും മൂലയിലും കൂടെ ഞാൻ ഓടി നടക്കട്ടെ. കാണിക്കാം. അല്ല, തങ്കരാജൻ എന്തോ ഭരതനാട്യം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന റാണിമാരെ. ഞാൻ വേണ്ട ചെയ്യാം, അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചെന്നാട്ടെ. നമ്മുടെ റാണിമാർ അങ്ങേ സന്തോഷിപ്പിക്കാനായി കാത്തു നിൽക്കുന്നു. നമുക്ക് അവരുടെ ഭരതനാട്യം കാണാം. ഓക്കെ. റാണിമാർ എല്ലാം തയ്യാറാണ്. എനിക്കും ഇങ്ങനെയൊക്കെ നിന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സിംഹാസനത്തിൽ പോലും ഇതുവരെ ഒന്ന് ചന്തി ഉറപ്പിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങയുടെ കാലമൊക്കെ കൊള്ളാം. എന്തായാലും സന്തോഷമായല്ലോ. ഇനിയെങ്കിലും തിരിച്ചു പോകുന്നതിനെ പറ്റി ആലോചിച്ചുകൂടെ? തീർച്ചയായിട്ടും. എന്താണ് കൊട്ടാരത്തിലെ കിളിവാതിൽ വരുന്നുണ്ടല്ലോ? ചെറിയ പുകയാണോ? അല്ലല്ല, ഇത് വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കണം. ബ്രേക്കിംഗ് ന്യൂസ്. പാഷാൻ ടിവിയുടെ ആദ്യമായിട്ട് എക്സ്ക്ലൂസീവ് ന്യൂസ്. കൊട്ടാരത്തിൽ തീ പിടിച്ചിരിക്കുന്നു. കൊട്ടാരത്തിലെ പുകച്ചുകൊണ്ടുകൾ, ഗ്ലാസുകൾ പൊട്ടുന്നു, എന്തൊക്കെയോ കത്തി നശിക്കുന്നു. അതെ, ആൾക്കാർ അങ്ങോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു. ഇങ്ങനെയാണെങ്കിൽ ഒരു 10-15 പേരെങ്കിലും ശ്വാസം മുട്ടി ചാവും. യാതൊരു സംശയമില്ല. നമ്മൾ ഈ വന്നാൽ എന്താ ചെയ്യുന്നത്? ഫയർഫോഴ്സിനെ വിളിക്കൂ. എല്ലാവരും കൂടെ അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം അവരെ മാറ്റൂ. പെട്ടെന്നാവട്ടെ. ഫയർ ഓൺ വെന്റിലേറ്ററിൽ കൂടെ പുക വരുന്നുണ്ട്. യാതൊരു സംശയമില്ല. ഒരു 15 പേര് തീർന്നു കിട്ടാൻ യാതൊരു സംശയമില്ല. തീർന്നു കിട്ടും, ഉറപ്പായിട്ടും. കൊടുത്തോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത് ദയവായിട്ട് ഇങ്ങനെ
ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുത്ത് ആളുകളെ ഭീതിപ്പെടുത്താതിരിക്കൂ. അല്ല. കിളിവാതിലിൽ ഒന്ന് അല്പം ഒരു പുക വന്നു, അതിനാണ് ഈ ബഹളം. പുക വന്നല്ലോ. പുക വന്നു. അപ്പൊ ഇത് തീ ഉണ്ടാവുമല്ലോ. അപ്പൊ തീ ആരോ ഇട്ട് കാണുമല്ലോ. പാഷാണം, ഇവിടെ വരൂ. ഈ ഒരു കിളിവാതിൽ ഒരു തീ പിടിച്ചു, അല്പം പുക കണ്ടു. 10 മിനിറ്റിനകത്ത് എന്ത് എഫിഷ്യന്റ് ആയിട്ടും ശക്തമായ രീതിയിലുമാണ് ഇവരിവിടെ എല്ലാവരെയും കൂടെ ഒഴിപ്പിച്ചത്. അതുകൊണ്ട് ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായി അത് കൈകാര്യം ചെയ്തു. പക്ഷെ നിങ്ങൾ അതിനെ ഒരു വാർത്തയാക്കാനായിട്ട്, അതെ, ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ രാജ്യത്തും ഈ കൊട്ടാരത്തെ നശിപ്പിക്കാനായിട്ടിറങ്ങിയ നിന്നെ ഞാൻ വിടാൻ. അതെ, അല്ലാതെ അതല്ലെന്നേ, അത് ഇത് പറഞ്ഞ കുഴപ്പമില്ല. അവിടെ നിന്ന് മാറ്റിയവരെല്ലാം മരണാസന്നരാണെന്നും 5 പേര് മരണപ്പെടുന്നു എന്നും ഒക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിത് എന്താണ് ഈ കേൾക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. ഇത് ഞാൻ മാത്രം ചെയ്യുന്നതല്ല, നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് കൃത്യമായ മെസ്സേജുകൾ എനിക്ക് വരുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് എനിക്കിത് പറയാൻ പറ്റുന്നത്. ആദ്യം അവരെ നിയന്ത്രിക്കാൻ നോക്ക്. ഇല്ല, ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പുക എരിയാൻ വേണ്ടി ഞങ്ങളുടെ ഈ രാജ്യം പോയിക്കരുത്. അല്ല, കൊട്ടാരത്തിൽ എന്തെങ്കിലും ഇതിനൊക്കെ പുക ഉണ്ടെങ്കിലേ എന്റെ വീട്ടിലും അടുപ്പ് പുകയത്തുള്ളൂ. എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗം. എന്നാലും ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ഇവിടെ പ്രശ്നം. ദയവ് ചെയ്ത് എല്ലാവരും കൂടെ ഒന്ന് അണിചേർന്ന് ഇതിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. നമ്മുടെ രാജ്യം, നമ്മുടെ ജനനായകന്മാർ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. തീർച്ചയായും എല്ലാവരും കൈകോർക്കും. കൈകോർത്ത് തീ അണയ്ക്കാൻ പോലും കൈയില്ലാതായി. ഈ പാഷാണത്തിനെ പോലുള്ളവരെ നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം. എല്ലാരും കൂടെ അങ്ങ് കൈകോർത്ത് ജോയിന്റ് ആയി. ബോംബെ, കൊട്ടാരത്തിൽ ബോംബെ, കൊട്ടാരത്തിൽ ആരോ ബോംബ് വെച്ചിരിക്കുന്നു. ബോംബെ, എക്സ്ക്ലൂസീവ് ന്യൂസ്, കൊട്ടാരത്തിൽ ബോംബെ. ഇല്ല, അത് അങ്ങനെയല്ല. എവിടെ ഒരു ഇമെയിൽ സന്ദേശം വന്നതാണ്. നമ്മുടെ ഈ കൊട്ടാരത്തിൽ ആരോ ബോംബ് വെച്ചിരിക്കുന്നു. അത് നമ്മളെല്ലാം കൊട്ടാരം പട്ടികളെ എല്ലാം കൊണ്ടുവന്ന് മെസ്സേജ് ഞങ്ങൾക്കും വന്ന്. അത് ബോംബൊന്നും ഇല്ല. അത് നിങ്ങൾ അറിയുന്നതിന് മുമ്പ്, രാജൻ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് പാഷാണം എങ്ങനെ അതറിഞ്ഞു? ആദ്യം ഞങ്ങൾക്ക് തരും. അതാണ് ഇവിടെ. നമ്മൾ എത്ര കൈകോർത്താലും പാഷാണം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ തുടരും. അങ്ങ് ഇവിടെ കൂടുതൽ നിന്നാ ഇനി പാഷാണം അങ്ങേയും ഒരു വഴിയാക്കും എന്നേ പറയാനുള്ള എനിക്ക്. ശരിയാണ്. അതുകൊണ്ട് ദയവായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഈ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ പോലുള്ളവർക്ക് കഴിയാൻ കഴിയില്ല. ശരിക്കും ജപരാജൻ, നിങ്ങളെപ്പോലുള്ള നയതന്ത്രജ്ഞർക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഞാൻ പോകുന്നു. എല്ലാവിധ ആശംസകളും. ഇനി മേലാ ഓജോ പോണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ നിന്ന് പുഴുക്കാതെ പോകുന്നതാണ് നല്ലത്. ഒന്ന് പോടേ, ഇനിയെങ്കിലും ഒന്ന് പോടേ. എല്ലാവരും ആഹാരം കഴിക്കട്ടെ. ഞാൻ പോവത്തില്ല, അതാണ് എൻ്റെ ജോലി. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം. രംഗത്ത് അവതരിപ്പിച്ചവർ ദയവായി തിരിച്ചു വരിക. ഒരു ദിവസം കൊണ്ട് ഇതിനൊരു പരിഹാരമില്ല. പക്ഷേ നമ്മുടെ ദുഃഖം ഇതാണ്. നിങ്ങൾക്കറിയാം, ഡോക്ടർ സജീഷ്, നന്ദു, സക്കറിയ, നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ മണിക്കുട്ടൻ ചവറ, ആര്യ, നമ്മുടെ 2 മഹാറാണിമാർ വസ്ത്രം മാറുകയാണെന്ന് തോന്നുന്നു. അവരെ കാണാനില്ല. ഇത് പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ മെഡിക്കൽ കോളേജിൽ ഒരു എലിയായിട്ട് വരാൻ നമുക്ക് വേറൊരാളില്ല. ജോബി AS, ഇവരെല്ലാം തന്നെ നമ്മുടെ കോളേജിന് വേണ്ടി വളരെയേറെ പ്രയത്നിക്കുകയും അതുപോലെ തന്നെ വലിയ അഭ്യുദയകാംക്ഷികളുമാണ്. പിന്നെ ദിലീപ് ദേവ് നമ്മുടെ ഉദ്യോഗസ്ഥനായിരുന്നു. ദീപു, നന്ദു, ആര്യ, ഇവരെല്ലാം. സക്കറിയ പ്രിൻസിപ്പലിൻ്റെ സാരഥിയാണ്. വണ്ടിയുടെ ഡ്രൈവർ എന്നുള്ള നിലയിൽ ഒഴിച്ചു ബാക്കി എല്ലായിടത്തും സക്കറിയ ഉണ്ട്. നായികമാർ കരമന ഗ്രേസി, അഡ്വക്കേറ്റ് ശ്രീന ശ്രീകുമാർ. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പുതുമുഖം ജെൻസി. ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ദേവിക, മേക്കപ്പ് സുരേഷ്, അതുപോലെ തന്നെ ലൈറ്റ് സൗണ്ട് എല്ലാം വിനു. പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഇവിടെ പൂർത്തിയായത്. ആർക്കെങ്കിലും അല്പമെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമാണ്. ദയവായി ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.